സൈബർ നദിയുടെ തീരത്ത് വളർന്നു വന്ന സംസ്കാരമാണ് റോമൻ സംസ്കാരം. നമുക്കറിയാം, റോം നഗരം സ്ഥാപിച്ചത് റോമുലസ് റമീസ് എന്നീ സഹോദരന്മാരാണ് റോമാ സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന് നമുക്കറിയാം. ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോം എന്നത്. റോമിലെ ആദ്യ ചക്രവർത്തിമാർ എന്നത് കടുത്ത ജൂത മതവിശ്വാസികളാണ്, അതായത് യഹൂദ മതവിശ്വാസികളാണ്. അന്നത്തെ യഹൂദ മതവിശ്വാസികളാണ് ജൂതന്മാരെന്നറിയപ്പെടുന്നത്. ജൂത രാഷ്ട്രം എന്നത് ഇസ്രായേലാണ്. എന്നാൽ ജൂതന്മാർ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചതിന് ഉത്തരം US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. 50 നക്ഷത്രങ്ങളുള്ള ദേശീയ പതാകയുള്ള 50 സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന നക്ഷത്രങ്ങൾ ദേശീയ പതാകയിലുള്ള രാജ്യമാണ് USA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇതൊക്കെ മുമ്പുള്ള ഒരു LD ചോദ്യം കൂടിയാണ്. ജൂതന്മാർ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം USA യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഇനി ജൂത തെരുവ് ഏതെന്ന് ചോദിച്ചാൽ ജൂത തെരുവ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയാണ്. ജൂതന്മാരുടെ ആരാധനാ കേന്ദ്രം അറിയപ്പെടുന്ന സിനഗോഗ് എന്നാണ്. അതുപോലെ തന്നെ ജൂത കുളം സ്ഥിതി ചെയ്യുന്നത് മാടായാണ്. ഇതൊക്കെ മുമ്പ് PSC ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ്, ആവർത്തന ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റോമുലസ് റമീസ് എന്നിവർ സ്ഥാപിച്ച റോമാ നഗരത്തെ പറ്റിയാണ്. റോമാ സാമ്രാജ്യം സൈബർ നദിയുടെ തീരത്താണ് വളർന്നു വന്നത്. ആ സൈബർ നദിയുടെ തീരത്ത് വളർന്നു വന്ന റോമാ സാമ്രാജ്യത്തിൽ ആദ്യ ചക്രവർത്തി കടുത്ത യഹൂദ മതവിശ്വാസികളായിരുന്നു. ആ യഹൂദ മത വിശ്വാസിയായിരുന്ന റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ബൈസാന്റിയൻ സാമ്രാജ്യം, അതായത് വിശുദ്ധ റോമാ സാമ്രാജ്യം, അതായത് ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു റോം. അങ്ങനെ കടുത്ത യഹൂദ മതവിശ്വാസിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ അവസാന കാലത്ത് ക്രിസ്തുമതം സ്വീകരിക്കുന്നു. ഈ ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞ് റോമിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് മാറി താമസിക്കുന്നു. അതായത് ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗം, റോമിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗം. അങ്ങനെ അവിടെ ഒരു നഗരം സ്ഥാപിക്കുന്നു. അതാണ് കോൺസ്റ്റന്റൈൻ നഗരം, അല്ലേ? നമുക്കറിയാം, അശോക ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള ആളാണ്. ആ എതിർത്തിട്ടുള്ള ആൾ തൻ്റെ അവസാന കാലത്ത് ബുദ്ധമതം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്നാണ് അശോകൻ അറിയപ്പെടുന്നത്. അത് ആ ഒരു കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, കടുത്ത യഹൂദ മതവിശ്വാസിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ അവസാന കാലത്ത് ക്രിസ്തുമതം സ്വീകരിക്കുന്നു. ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് തന്നെ റോമിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് മാറി താമസിക്കുകയും അവിടെ ഒരു നഗരം പണികഴിപ്പിക്കുകയും ചെയ്തു. അതായത് 2 ഭൂഖണ്ഡങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന നഗരം എന്നതാണ്. അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സ്ഥാപിച്ചത് കൊണ്ട് തന്നെ അത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്നു. ഇന്ന് അത് ഇസ്താംബുൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ ചോദ്യം ഇതാണ്, 2 ഭൂഖണ്ഡങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന നഗരം ഏത് എന്നാണ് ചോദിച്ചത്. അതായത് ഏഷ്യ ഭൂഖണ്ഡവും യൂറോപ്പ് ഭൂഖണ്ഡം. ഈ ഏഷ്യ ഭൂഖണ്ഡത്തെയും യൂറോപ്പ് ഭൂഖണ്ഡത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നഗരമാണ് കോൺസ്റ്റന്റൈൻ നഗരം. ആ കോൺസ്റ്റന്റൈൻ നഗരം സ്ഥാപിച്ചത് റോമിലെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈനാണ്. അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്നത്. ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നത് അശോകനാണ്. യൂറോപ്യൻ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചതാണ് ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്ന് അശോകന്. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യം വന്ന വിദേശികൾ അറബികളാണ്. എന്നാൽ ആദ്യം ഇന്ത്യയിൽ വന്ന യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ് നമുക്കറിയാം. അപ്പോൾ ആർക്കറിയാം, ഗ്രീക്ക് ചക്രവർത്തി മാസ്റ്ററോണിയൻ ചക്രവർത്തിയായിട്ടുള്ള അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് BC 327. അദ്ദേഹം വന്നത് ഇറാൻ വഴി, മധ്യേഷ്യ വഴി ഇറാനിലൂടെ ഇന്ത്യയിലേക്ക് കരമാർഗമാണ് വന്നത്. കരമാർഗമാണ്, അല്ലേ? അപ്പോൾ കൃത്യമായൊരു കരമാർഗം അന്നുണ്ടായിരുന്നു. അന്ന് കടൽ മാർഗമല്ല വന്നത്. എന്നാൽ യൂറോപ്യൻസ് കടൽ മാർഗം ഇതാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ യൂറോപ്യൻ വ്യാപാരത്തിൻ്റെ കുത്തകയുടെ ബഹുഭൂരിപക്ഷം, അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. യൂറോപ്യൻ വ്യാപാരത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സുഗന്ധവ്യഞ്ജനങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഏത് വിധേനയും ഒരു മാർഗം കിട്ടുകയേ നിവൃത്തിയുള്ളൂ. അങ്ങനെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിരുന്ന ഏക കരമാർഗം അവിടെ അടയുകയും പകരം കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്താനുള്ള വഴികൾ യൂറോപ്യൻസ് അന്വേഷിക്കുകയും ചെയ്ത് അങ്ങനെയാണ് പോർച്ചുഗൽ രാജാവായിരുന്ന ഒരുപാട് സമുദ്രയാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാവിഗേറ്റർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ആളും അർത്ഥവും നൽകി സഹായിച്ചിരുന്ന രാജാവായിരുന്നു പോർച്ചുഗൽ രാജാവ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ളവരെ മാത്രമല്ല, നമുക്കറിയാം ബർത്തലോമേ ഡൈസ് പോർച്ചുഗൽ രാജാവായിരുന്ന, ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗലും സ്പെയിനുമാണ് ആ കാലത്ത് ഏറ്റവും കൂടുതൽ സമുദ്ര ഗവേഷണ യാത്രകൾ സംഘടിപ്പിച്ചിരുന്നത്. അന്നത്തെ പോർച്ചുഗൽ രാജാവായിരുന്ന ഹെൻറി രാജാവാണ് രാജാവിൻ്റെ കാലത്ത് അദ്ദേഹം സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാവികയാത്ര നടത്തിയതുകൊണ്ടുള്ള നാവിഗേറ്റർ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് നാവിഗേറ്റർ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ പോർച്ചുഗൽ രാജാവായിരുന്ന ഹെൻറി രാജാവാണ്. നമുക്കറിയാം ബർത്തലോമേ ഡൈസ് 1487 കാരവൽ എന്ന കപ്പലിലാണ് സമുദ്ര ഗവേഷണ യാത്ര നടത്തിയത്. 1487 അദ്ദേഹം ആഫ്രിക്കൻ മുനമ്പായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്
കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് ശുഭപ്രതീക്ഷ മുനമ്പ്. ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആളാണ് ബർത്തലോമേ ഡയസ് എന്ന് പറയുന്നത്. അതായത് സുവർണ്ണ കൊമ്പ് എന്നറിയപ്പെടുന്ന ആഫ്രിക്കയെ ഇന്ത്യൻ മഹാസമുദ്രവുമായി യോജിപ്പിക്കുന്ന മുനമ്പ്. അത് കടന്നാൽ മാത്രമേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്താൻ കഴിയൂ. ഇന്ത്യയിലേക്ക് കാറ്റിന് അനുസരിച്ചാണ് പായക്കപ്പലുകൾ യാത്ര ചെയ്തിരുന്നത്. ആ പായക്കപ്പലുകൾ കേപ്പ് ഓഫ് സ്റ്റോം എന്നാണ് ആഫ്രിക്കൻ മുനമ്പ് അക്കാലത്ത് അറിയപ്പെടുന്നത്. കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നറിയപ്പെടും. കാരണം ആ കൊടുങ്കാറ്റുകളുടെ മുനമ്പുള്ളത് കൊണ്ട് തന്നെ അവിടെ ആ മുനമ്പ് ചുറ്റിത്തിരിയല്ലാതെ അതിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കാൻ ഒരിക്കലും കപ്പലുകൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. പോർച്ചുഗൽ രാജാവായ ജോൺ രണ്ടാമനാണ് ഇതിന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേര് നൽകിയത്. പോർച്ചുഗൽ രാജാവിന് ജോൺ രണ്ടാമനാണ് ഈ മുനമ്പിന് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേര് നൽകിയത്. അതിനു മുമ്പ് കേപ്പ് ഓഫ് സ്റ്റോം എന്നാണ്, കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. കാരണം പല ആളുകൾ പോയി സമുദ്രയാത്ര നടത്തി ഈ കൊടുങ്കാറ്റുകളുടെ മുനമ്പ് അല്ലെങ്കിൽ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അതൊരു ശുഭപ്രതീക്ഷ മുനമ്പ്, ഇന്ത്യയിലേക്കുള്ള ഏഷ്യയിലേക്കുള്ള നാവിക മാർഗത്തിൽ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ ഒരു നാൾ ഇത് മറികടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളായിരുന്നു ജോൺ രണ്ടാമൻ. അതുകൊണ്ടാണ് ആ മുനമ്പിന് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേര് നൽകിയത്. ജോൺ രണ്ടാമൻ രാജാവാണ്, പോർച്ചുഗൽ രാജാവായിരുന്ന ജോൺ രണ്ടാമൻ. നമുക്കറിയാം ക്രിസ്റ്റഫർ കൊളംബസ്, അദ്ദേഹം ഇറ്റലിക്കാരനായിരുന്നു. സ്പെയിനിന് വേണ്ടിയാണ് അദ്ദേഹം നാവികയാത്ര നടത്തിയത്. 1482 അദ്ദേഹം അമേരിക്ക വൻകരയിൽ എത്തിച്ചേർന്നത്. 1482 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ വൻകരയിലെത്തിയത്. സാന്താമറിയ, നീന, പിൻഡ എന്നീ കപ്പൽ വ്യൂഹമാണ് കൊളംബസ് പര്യവേഷണത്തിന് ഉപയോഗിച്ചത്. അവിടെ അമേരിക്കൻ വൻകരയിൽ എത്തിയ അദ്ദേഹം അവിടെ കണ്ട ആളുകളെ ഇന്ത്യക്കാരെന്ന് തിരിച്ച് അദ്ദേഹം റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം കണ്ടുപിടിച്ചത് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. വെസ്റ്റ് ഇൻഡീസിലെ ബഹാമസ് ദ്വീപിലാണ് അദ്ദേഹം ആദ്യമായി എത്തിച്ചേർന്നത്. പക്ഷേ അദ്ദേഹം അത് ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിക്കുകയും മരിക്കും വരെ അത് ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിക്കുകയും അദ്ദേഹം അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും ചെയ്തു. പ്രസിദ്ധനായ ഇറ്റാലിയൻ ഭൂപട നിർമ്മാതാവും പര്യവേഷണമായിരുന്നു മറ്റൊരു ആളായിരുന്നു അമേരിഗോ വെസ്പുച്ചി. അമേരിഗോ വെസ്പുച്ചി നാവിക പരിവേഷണം നടത്തിയത് സ്പെയിനിന് വേണ്ടിയായിരുന്നു. സ്പെയിനിന് വേണ്ടി നാവിക പരിവേഷണം നടത്തിയ ആളാണ് അമേരിഗോ വെസ്പുച്ചി. അദ്ദേഹമാണ് ശരിക്കും കൊളംബസ് കണ്ടെത്തിയ ഭൂഖണ്ഡം ഇന്ത്യ ഭൂഖണ്ഡമല്ലെന്നും അത് അമേരിക്കൻ ഭൂഖണ്ഡമാണെന്നും തിരിച്ചറിഞ്ഞ അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗമെടുത്ത് അമേരിക്ക എന്ന പേര് വന്നതും അങ്ങനെ തന്നെയാണ്. ഇനി നോർവീജിയൻ നാവിക പരിവേഷണമാണ് അമുൽസൺ. അദ്ദേഹം ദക്ഷിണ ധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യ വ്യക്തിയാണ്. റൊണാൾഡ് അമുൽസ് പറഞ്ഞത് ഫ്രാം എന്ന കപ്പലിലാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത്. ദക്ഷിണ ധ്രുവത്തിൽ നാവികനാണ്. ഇനി ഉത്തര ധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യ നാവികനാണ് റോബർട്ട് പി. 1909 അദ്ദേഹം ഉത്തര ധ്രുവത്തിൽ എത്തിച്ചേർന്നത്. ടാസ്മാനിയ, ന്യൂസിലാൻഡ്, ഫിജി എന്നീ ദ്വീപുകളിലേക്ക് പരിവേഷണം നടത്തിയ ആബേൽ ടാസ്മാനിയ. ഇനി നമുക്കറിയാം ലോകം ചുറ്റി സഞ്ചരിച്ച ആളാണ് ഫെർഡിനാൻഡ് മെഗല്ലൻ എന്നത്. സ്പെയിനിന് വേണ്ടിയാണ് അദ്ദേഹം സമുദ്രയാത്ര നടത്തിയത്. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്, ഏറ്റവും ആഴമുള്ള സമുദ്രമായ പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയതും ഫെർഡിനാൻഡ് മെഗല്ലൻ തന്നെയാണ്. ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികനാണ് ഫെർഡിനാൻഡ് മെഗല്ലൻ. അദ്ദേഹം അറ്റ്ലാന്റിക്കിന് പസഫിക് ഓഷ്യനിലേക്കാണ് പോയത്. അറ്റ്ലാന്റിക് ഓഷ്യനിൽ പസഫിക് ഓഷ്യനിലേക്കാണ് അദ്ദേഹം പോയത്. ഓഷ്യൻ വഴിയാണ് അദ്ദേഹം പോയത്. അദ്ദേഹം സഞ്ചരിച്ച കപ്പലാണ് വിക്ടോറിയ കപ്പൽ എന്നറിയപ്പെടുന്നത്. 1521 ഏപ്രിൽ 27 സെബുവിൽ വെച്ചാണ് മെഗല്ലൻ മരണമടയുന്നത്. മെഗല്ലൻ കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. മെഗല്ലൻ കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ നാവികൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമയ്ക്ക് മുമ്പ് കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ പൈറോ ദി കോവിൽഹാമാണ്. പൈറോ ദ കോവിൽഹാമാണ്. അദ്ദേഹം ഒരു മുസ്ലിം വേഷധാരിയായിട്ടാണ് കേരളത്തിൽ എത്തിയത് എന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നു. പൈറോ ദ കോവിൽഹാമാണ്. അതായത് ഏകദേശം 1487 അദ്ദേഹം എത്തിയതെന്നൊക്കെ, അതായത് വാസ്കോഡ ഗാമ വരുന്നതിന് 10 വർഷം മുമ്പ് കേരളത്തിൽ അദ്ദേഹം എത്തിയതായിട്ട് പറയും. 1497 പോർച്ചുഗലിലെ ബെലാം തുറമുഖം വെച്ചാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സെൻറ്റ് ഗബ്രിയൽ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ ഈ 3 കപ്പലുകളിലായി ഏകദേശം 120ഓളം യാത്രക്കാരുമായും അല്ലെങ്കിൽ നാവികരുമായിട്ടാണ് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. എന്നാൽ യൂറോപ്യൻ മുനമ്പായ ആഫ്രിക്കൻ മുനമ്പായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് പിന്നിട്ട ആദ്യ കപ്പൽ ഏത് എന്നാണ് ചോദ്യമെങ്കിൽ അതിന് ഉത്തരം സെൻറ്റ് ഗബ്രിയൽ എന്ന കപ്പലാണ്. സെൻറ്റ് ഗബ്രിയൽ എന്ന കപ്പലാണ് വാസ്കോഡ ഗാമ, അതായത് അനിൽ പോളോഡ ഗാമ സെൻറ്റ് ബെറിയോ എന്ന കപ്പലുണ്ടായിരുന്നു. എന്നാൽ സെൻറ്റ് ബെറിയോ എന്ന കപ്പലുണ്ടായിരുന്നവർ ബാക്കി ഒന്നിനും ഈ ആഫ്രിക്കൻ കൊടുങ്കാറ്റുകളുടെ മുനമ്പായിട്ടുള്ള ശുഭപ്രതീക്ഷ മുനമ്പ് മറികടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ശുഭപ്രതീക്ഷ മുനമ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മറികടന്ന ആദ്യ കപ്പലാണ് സെൻറ്റ് ഗബ്രിയൽ എന്ന് പറയുന്ന കപ്പൽ. ഇനി സെൻറ്റ് ഗബ്രിയൽ എന്ന കപ്പലുമായി
മറികടന്ന കപ്പലുമായിട്ട് ഗാമ ആദ്യം എത്തിയ ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് ആണ്. വാസ്കോഡ ഗാമയും കൂട്ടരും ആദ്യമായി എത്തിയ ആദ്യമായി കാലുകുത്തിയ ഏഷ്യൻ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസിലാണ് ആദ്യമായി അദ്ദേഹം കാലുകുത്തിയത്. അവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ പൊളോഡ് ഗാമ കൊല്ലപ്പെടുകയും വാസ്കോഡ ഗാമ വീണ്ടും യാത്ര തിരിക്കുകയും ചെയ്തു. 2 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നഗരമാണ് നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയാം. അല്ലെങ്കിൽ 2 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരമാർഗം അല്ലെങ്കിൽ ഓഷ്യനെ ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം, പകരമായിട്ടുള്ള കരഭാഗം എന്ന് വേണം കൂടി, അല്ലെങ്കിൽ സിൽക്ക് റൂട്ട് എന്ന് വേണമെങ്കിൽ കൂടി പറയുന്ന ഭാഗമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. സുവർണ കൊമ്പ് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അതും കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെയാണ്. ഇനി ഫിലിപ്പീൻസ് എത്തിച്ചേർന്ന ഗാമയും കൂട്ടർക്കും ഇന്ത്യയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് അത് അറബികളാണ്. ഒരു സുലൈമാൻ എന്നുള്ള പേരൊക്കെ പറയുന്നുണ്ട് ചരിത്രപരമായി, എന്നാലും അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടില്ല, PSC ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കൊണ്ടു. ഫിലിപ്പീൻസ് എത്തിയ ഗാമയ്ക്കും കൂട്ടർക്കും ഇന്ത്യയിലേക്കുള്ള വഴിമാർഗം പറഞ്ഞു കൊടുത്തത് ശരിക്കും അറബികൾ എന്നാണ് ഉത്തരം. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻസ് ആര് എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസാണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനത ഏത് എന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനത ഏത് എന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. അവർ പ്രൊട്ടസ്റ്റന്റുകളാണ്. 1498 മെയ് മാസം 20-ാം തീയതിയാണ് ഗാമ പന്തലായനി കൊല്ലം എന്നറിയപ്പെടുന്ന ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് എന്ന സ്ഥലത്ത് ഗാമ ആദ്യമായി കാലുകുത്തിയത്. ഈ സ്ഥലം കൊല്ലം പന്തലായനി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പലവട്ടം PSC ചോദിച്ചു വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ആവർത്തന ചോദ്യങ്ങൾ തന്നെയാണ്. ഇനി ആദ്യ വരവിൽ വാസ്കോഡ ഗാമയ്ക്ക് ആവശ്യമായ ചരക്ക് നൽകിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം സാമൂതിരിയല്ല. സാമൂതിരിയുമായിട്ട് വ്യാപാരബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും എന്നാൽ ആ വ്യാപാരബന്ധം നടക്കാതെ വരികയും ഒടുവിൽ പകരം അന്ന് കോലത്തിരി രാജാവ്, അതായത് കണ്ണൂരിലെ കോലത്തിരി രാജാവായിരുന്നു അന്ന് അദ്ദേഹത്തിന് ആവശ്യമായ ചരക്കുകൾ നൽകിയത്. തൻ്റെ യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60% ലാഭവുമായാണ് അദ്ദേഹം മടങ്ങിയത്. അപ്പോൾ ആദ്യ വരവിൽ വാസ്കോഡ ഗാമയ്ക്ക് ചരക്ക് നൽകിയത് ആര് എന്നാണ് ചോദ്യമെങ്കിൽ കോലത്തിരി രാജാവാണ്. കോലത്തിരി 3-ാം പ്രാവശ്യം 1524 അദ്ദേഹം വന്നതും മരണമറിയുന്നതും സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ അദ്ദേഹത്തെ പോർച്ചുഗീസിലേക്ക് തിരികെ കൊണ്ടുപോകാനാണ്. പോർച്ചുഗീസിലെ സെൻറ്റ് ജെറോണംസ് പള്ളിയിലാണ് അദ്ദേഹത്തിന് ശവകുടീരം നിലവിൽ. 317 ദിവസം കൊണ്ടാണ് 1597 യാത്ര തുടങ്ങിയതാണ്. 1598 മെയ് മാസം 20-ാം തീയതിയാണ് വാസ്കോഡ ഗാമ കേരളത്തിലെത്തുന്നത്. വാസ്കോഡ ഗാമയ്ക്ക് ആതിഥ്യമരുളിയ നാട്ടുരാജ്യം ആയത് എന്ന് ചോദിച്ചാൽ നെടിയിരുപ്പ് സ്വരൂപമാണ്. നെടിയിരുപ്പ് സ്വരൂപത്തിൻ്റെ ആസ്ഥാനമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. സാമൂതിരിയുടെ അറിയപ്പെടുന്ന പേരാണ് നെടിയിരുപ്പ് മൂപ്പൻ. അതായത് മാനവിക്രമന്മാർ, അതായത് പണ്ടുകാലത്ത് മാനവിക്രമന്മാർ സ്ഥാപിച്ച നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അതായത് വള്ളുവനാടിൽ നിന്നും മാറി വന്ന്, വള്ളുവനാടായിരുന്നു ആദ്യകാലത്ത് സാമൂതിരിയുടെ ആസ്ഥാനം എന്നത്. വള്ളുവനാടിൽ നിന്നും ഇവരൊരു യാത്ര തിരിക്കുകയും അങ്ങനെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വന്ന് അവസാനം തിരിച്ചു വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം അന്നത്തെ രാജാവ് അത് വിറ്റുപെറുക്കി മക്കയ്ക്ക് പോയി മുസ്ലിം മതം സ്വീകരിച്ചു. മാനവിക്രമന്മാർ തിരിച്ചു വരുമ്പോഴേക്കും ഇരട്ട സഹോദരങ്ങളാണ്. അവർ തിരിച്ചു വരുമ്പോഴേക്കും ഒന്നും മണ്ണായതൊന്നും ബാക്കിയില്ല. അവിടെ ചത്തും കൊന്നും നേടുക എന്നത്, അതായത് ഒരു ശൈലിയാണ്. എങ്ങനെയും വെട്ടിപ്പിടിക്കുക എന്നാണ് അതിനർത്ഥം. കൊല്ലിച്ചും കൊണ്ടിത്തും വാങ്ങുക എന്നല്ല. അങ്ങനെ അവർ മാനവിക്രമന്മാർ വള്ളുവനാടിൽ നിന്നും കോവിലുകളും ക്ഷേത്രമുള്ള തളിക്ഷേത്രമുള്ള കോവിലുകളും കൊട്ടാരം കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ആ കോവിലുകളും കൊട്ടാരം കൊണ്ട് നിറഞ്ഞ ആ പ്രദേശത്തെ കോയിൽ കോട്ട എന്ന് പറഞ്ഞാൽ കോയിൽ കോട്ട ശോഭിച്ചാണ് കോഴിക്കോട് ആയിട്ട് മാറിയത്. കോവിലുകളും കൊട്ടാരങ്ങളും നിറഞ്ഞ ആ പ്രദേശത്തെ കോഴിക്കോട് എന്ന് വിശേഷിപ്പിക്കുകയുണ്ട്. അങ്ങനെയാണ് കോഴിക്കോട് എന്നാണ് അവർ. ആ കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ്, അതായത് നെടിയിരുന്നത്, അന്ന് വള്ളുവനാട് നെടിയിരുന്നത്. നെടിയിരുപ്പിൽ നിന്നും ഇവിടെ വന്ന് മാറി താമസിച്ചാൽ നെടിയിരുപ്പ് മൂപ്പൻ എന്നാണ് മാനവിക്രമന്മാരുടെ ആ സാമൂതിരി അറിയപ്പെടുന്ന. സാമൂതിരി എന്നത് പദവി പേര് മാത്രമാണ്. അപ്പോൾ സാമൂതിരിയെ നെടിയിരുപ്പ് മൂപ്പൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ കുന്നല കോനാതിരി എന്ന് മറ്റൊരു വിശേഷണമുണ്ട്. അതായത് കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വയനാട് ചുരം നമുക്കറിയാം കുന്നാണ്. അതായത് അതിൻ്റെ അപ്പുറം അറബിക്കടലാണ്. അപ്പം കുന്നിനും അലം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ മറ്റൊരു വിശേഷമാണ് അലം അബ്ദി എന്നത്. അതായത് കുന്നല കോനാതിരി, കുന്നിനും അലത്തിനും ഇടയിലുള്ള പ്രദേശം ഭരിച്ചിരുന്നവർ എന്നർത്ഥത്തിലാണ് കുന്നല കോനാതിരി എന്ന വിശേഷണം ഉണ്ടായത്. അതുപോലെ തന്നെ ശൈലാബ്ദിശൻ, ശൈലം എന്ന് പറഞ്ഞാൽ കുന്ന് ആണ്, അബ്ദി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. ശൈലത്തിനും കുന്നിനും
കടലിനും ഇടയിലുള്ള പ്രത്യേക പ്രദേശം ഭരിച്ചിരുന്നുകൊണ്ട് കുന്നല കോനാതിരി എന്ന ഒരു പേര് കൂടിയുണ്ട്. അതുപോലെ തന്നെ പൂന്തുറാക്കൻ എന്ന പേരുണ്ട്. ശരി, ഇത്രയും വിശേഷണങ്ങൾ സാമൂതിരിക്കുണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക. ഇതെല്ലാം മുമ്പ് PSC വന്ന ചോദ്യങ്ങൾ മാത്രമാണ്. ഒന്ന് കുന്നല കോനാതിരി, പൂന്തുറാക്കൻ, നെടിയിരുപ്പ് മൂപ്പൻ, അതുപോലെ തന്നെ ശൈലാബ്ദീശൻ. ഇത്രയും വിശേഷണങ്ങൾ PSC പലതവണ മാറി മാറി ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. സാമൂതിരിയുടെ വിശേഷണങ്ങളാണ് ഇവയെല്ലാം. ഇന്ത്യയിൽ എത്തിച്ചേർന്ന രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. ഇന്ത്യയിൽ എത്തിച്ചേർന്ന രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. അതായത് കബ്രാൾ എന്ന് പറയും. ഏകദേശം 1500കളിലാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അതായത് ആദ്യത്തെ നാവിക പര്യവേഷണം വിജയമായിരുന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത യാത്രയ്ക്ക് വേണ്ടി കോപ്പ് കൂട്ടുകയുണ്ടായി. അങ്ങനെയാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഈ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ എത്തിച്ചേർന്ന രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികനാര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. എന്നാൽ പെഡ്രോ അൽവാരിസ് കബ്രാളിനെ പറ്റി നമ്മൾ കൂടുതലൊന്നും മനസ്സിലാക്കേണ്ടതില്ല. കാരണം അദ്ദേഹം ഒരു നാവികനായി വന്നു എന്നല്ലാതെ വേറൊന്നും അദ്ദേഹം ചെയ്യാനുണ്ടായിരുന്നില്ല. റോൾ വേറൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജീവൻ ഒരു പരിധിവരെ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പോർച്ചുഗലിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. 1503 മൂന്നാമത്തെ നാവികനായിട്ടുള്ള ഫ്രാൻസിസ്കോ ഡി അൽബുക്കർക്ക് അൽമേഡ വരികയുണ്ടായി. ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1503 മൂന്നാമത്തെ നാവികനാണ്. നാലാമത്തെ ആണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. മൂന്നാമത്തെ പോർച്ചുഗീസിൽ നിന്നും ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ നാവികൻ ആര് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1503 അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇവിടെയാണ് ഒരു ചോദ്യം കിടക്കുന്നത്: ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡ വരുന്ന കാലത്ത് ഹെൻറി രാജാവ് പോർച്ചുഗൽ ഭരണമാറ്റം ഉണ്ടാകും. ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ കാലത്ത് മാനുവൽ രാജാവാണ് പോർച്ചുഗീസ് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച യൂറോപ്യൻ കോട്ട അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. രാജാവിൻ്റെ പോർച്ചുഗീസ് രാജാവായ മാനുവലിൻ്റെ സ്മരണാർത്ഥം ആ കോട്ടയ്ക്ക് മാനുവൽ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. അത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കൊച്ചി കോട്ട, കൊച്ചിയിൽ വൈപ്പിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വൈപ്പിൻ കോട്ട എന്നറിയപ്പെടുന്നു. അതുപോലെ ആയക്കോട്ട എന്ന വിശേഷണമുണ്ട്. അതുപോലെ അഴീക്കൽ തുറമുഖത്തോട് ചേർന്ന് നിൽക്കുന്നത് അഴീക്കൽ കോട്ട. അതുകൊണ്ട് തന്നെ 3-4 വിശേഷണങ്ങൾ ഈ കോട്ടയ്ക്കുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ യൂറോപ്യൻ കോട്ട ചോദിച്ചു കഴിഞ്ഞാൽ മാനുവൽ കോട്ടയാണ്. യൂറോപ്യൻ ഭരണാധികാരിയായിരുന്ന മാനുവലിൻ്റെ സ്മരണാർത്ഥമാണ് അവർ നൽകിയ പേരാണ് മാനുവൽ കോട്ട എന്നത്. അതറിയപ്പെടുന്നത് കൊച്ചി കോട്ട, അല്ലെങ്കിൽ ആയിക്കോട്ട, അഴീക്കോട്ട, പള്ളിപ്പുറം കോട്ട എന്നീ വിശേഷണങ്ങൾ കൂടി കോട്ടയ്ക്ക് ഉണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക. ഇതെല്ലാം PSC പലതവണയായി മാറി മാറി ചോദിച്ച ആവർത്തന ചോദ്യങ്ങൾ മാത്രമാണ്. പള്ളിപ്പുറം കോട്ടയായാലും ആയിക്കോട്ടയായാലും അഴീക്കോട്ടയായാലും മാനുവൽ കോട്ടയായാലും ഇന്ത്യയിൽ നമ്മൾ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട എന്ന വിശേഷണം പള്ളിപ്പുറം കോട്ടയ്ക്കുണ്ട്, ആയിക്കോട്ടയ്ക്കുണ്ട്, അഴീക്കോട്ടയ്ക്കുണ്ട്, അതുപോലെ വൈപ്പിൻ കോട്ടയ്ക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതുമായി ചേർത്ത് വെക്കേണ്ടതാണ്. ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ കൂടി പരമാവധി പഠിച്ചു പോവുകയാണ് PSCയുടെ അടിസ്ഥാനപരമായ സിദ്ധാന്തം. അങ്ങനെയുള്ളവരാണ് റാങ്കിൽ ഏറ്റവും മുന്നിൽ എത്തിയിട്ടുള്ള റാങ്ക് ജേതാക്കളുടെ അനുഭവം അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. അത് തമിഴ്നാടിൻ്റെ നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് സെൻറ്റ് ജോർജ് കോട്ടയാണ്. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ്. എന്നാൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ്. നമ്മുടെ കൺഫ്യൂഷൻ ഫാക്ട് കൂടിയാണ് ഒപ്പം ചേർത്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ വൈസ്രോയ് എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അദ്ദേഹമാണ് വൈസ്രോയ് ചുമതലയായിരുന്നത്. നമുക്കറിയാം പെഡ്രോ അൽവാരിസ് കബ്രാൾ എന്നത് ഒരു നാവികനാണ്. വാസ്കോഡ ഗാമയും വന്നത് നാവികനായിട്ടാണ്. എന്നാൽ ഒരു വൈസ്രോയ്, ഒരു സാമ്രാജ്യ സ്ഥാപനത്തിന് ആവശ്യമായത് ഒരു വൈസ്രോയ് എന്ന ഇതാണ്. അപ്പോൾ ഒരു ചക്രവർത്തി എന്ന രീതിയിൽ അവരുടെ പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു വൈസ്രോയായി നിയമിതനായത് 1505 നിയമിതനായത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505 അദ്ദേഹം വൈസ്രോയായി നിയമിതനായത്. ഈ നമ്മൾ മനസ്സിലാക്കുക, ആദ്യ യൂറോപ്പ് വിദേശീയർ എന്ന് പറഞ്ഞ അറബികളാണ്. അറബികളുമായിട്ട് വ്യാപാര ബന്ധമുള്ളപ്പോൾ തന്നെയാണ് ഈ പോർച്ചുഗീസുകാർ അവരുടെ വൈസ്രോയിയൊക്കെ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറബിക്കടലിൽ തൻ്റെ ശത്രുക്കളെ തുരത്താൻ വേണ്ടി ഫ്രാൻസിസ്കോ ഡി അൽമേഡ സ്ഥാപിച്ച നാവിക പദ്ധതിയുടെ പേരാണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. അതായത് അൽമേഡ ആരംഭിച്ച നാവിക നയം, നാവിക ജല നയം ഏതെന്ന് ചോദിച്ചാൽ ബ്ലൂ വാട്ടർ പോളിസി, അതായത് നീല ജലനയം എന്നറിയപ്പെടുന്നത്. കടൽ നീലയാണല്ലോ, അതുകൊണ്ട് നീല ജലനയം എന്നറിയപ്പെടുന്നതാണ് ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത്. ഇവിടെയാണ് സാമൂതിരിക്കെതിരെ പലതവണ, കാരണം സാമൂതിരിയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി കൃത്യമായി കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും. അതുതന്നെ സാമൂതിരിയുടെ ശത്രുവായിട്ടുള്ള കൊച്ചിയിലും, അതുപോലെ തന്നെ കൊച്ചിയിലാണ് കോട്ട പണിതാൻ കൊച്ചി രാജാവ് എന്നത് കൊച്ചി ഭരണാധികാരികൾ അനുമതി കൊടുത്തത്. അതുകൊണ്ട് തന്നെ കോട്ട അവിടെ പണിയാനുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്നാൽ സാമൂതിരിയുമായിട്ട് ഒരു കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരിക്കലും പോർച്ചുഗീസുകാർ കഴിഞ്ഞിരുന്നില്ല. അവിടെ വീണ്ടും അറബികളുമായിട്ടാണ് കച്ചവടം തുടർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർദ്ധിച്ചു വരുന്ന ഈ കൊച്ചിയുമായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന ഈ ബന്ധം സാമൂതിരിക്ക് അങ്കലാപ്പുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ സാമൂതിരി
തൻ്റെ നാവിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കുഞ്ഞാലി എന്ന സ്ഥാനപ്പേരിൽ ഒരു നാവിക പടത്തലവനെ നിയമിക്കുകയുണ്ടായി. അപ്പോൾ സാമൂതിരിയുടെ നാവിക സേന പടത്തലവൻ അറിയപ്പെടുന്ന സ്ഥാനപ്പേരാണ് കുഞ്ഞാലി എന്നത്. അത് കുഞ്ഞാലി 1, 2, 3, 4 എന്നീ ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിയുടെ ചരിത്രം നമുക്ക് ഇവിടം മുതലാണ് തുടങ്ങുന്നത് എന്ന കാര്യം ഓർമ്മിക്കുക. കുഞ്ഞാലിയും പോർച്ചുഗീസുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇവിടെയാണ് തുടങ്ങുന്നത്. അതിൽ കുഞ്ഞാലി ഒന്നാമൻ അധികാരമേറ്റത് 1507 കുഞ്ഞാലി ഒന്നാമൻ അധികാരമേറ്റത്. നാവിക സേനാ മേധാവിത്വം വഹിച്ചിരുന്ന ആളാണ് കുഞ്ഞാലി മരക്കാർ എന്ന വിശേഷണം നൽകിയത് സാമൂതിരിയാണ്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പുതുപ്പണം കോട്ട, അതായത് പറയുന്നത് കോട്ടയ്ക്കൽ ആണ്. മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലിയാണ് കുഞ്ഞാലി ഒന്നാമൻ. യഥാർത്ഥ പേര് കുട്ടി അഹമ്മദ് അലിയാണ് കുഞ്ഞാലി ഒന്നാമൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇനി കുഞ്ഞാലി രണ്ടാമൻ്റെ യഥാർത്ഥ പേര് കുട്ടി പോക്കർ. കുഞ്ഞാലി മൂന്നാമനാണ് പടുമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്നൊക്കെ അറിയപ്പെടുന്നത്. കുഞ്ഞാലി നാലാമൻ എന്നത് മുഹമ്മദ് അലി മരക്കാറാണ്. കുഞ്ഞാലി നാലാമൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അലി മരക്കാർ. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവിക സേന രൂപീകരിച്ചത് കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. കുട്ടി പോക്കർ അലി എന്നറിയപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ് ഇന്ത്യൻ തീരത്ത് ഒരു നാവിക സൈനിക താവളം രൂപീകരിച്ചത്. കുഞ്ഞാലി മൂന്നാമൻ്റെ മരക്കാർ കോട്ട നിർമ്മിച്ചു എന്ന പ്രത്യേകതയാണ് കുഞ്ഞാലി മൂന്നാമനുള്ളത്. മരക്കാർ കോട്ട പണികഴിപ്പിച്ചത് ആരെന്ന് വെച്ചാൽ കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് മരക്കാർ കോട്ട പണികഴിപ്പിച്ചത്. ഈ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ വേണ്ടി ചാലിയങ്കോട്ട 1531 പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട എന്ന് പറയുന്നത്. അത് കോട്ടയ്ക്കലാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത്. സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നൊക്കെ അറിയപ്പെടുന്നതിന് സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഈ ചാലിയങ്കോട്ടയാണ്. ചാലിയങ്കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയങ്കോട്ട പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. 1571 31 കോട്ട നിർമ്മിച്ച് 71 കുഞ്ഞാലി മൂന്നാമൻ തിരിച്ചു പിടിക്കുകയുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആളാണ് കുഞ്ഞാലി നാലാമൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആളാണ് കുഞ്ഞാലി നാലാമൻ. അദ്ദേഹം സാമൂതിരി ദൂതുപോയ ആനയുടെ വാൾ കട്ടിയത് സാമൂതിരിയെ പ്രകോപിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സാമൂതിരി പോർച്ചുഗീസുകാരുടെ സഹായത്തോടു കൂടി തന്നെ ഈ കുഞ്ഞാലി നാലാമനെ പിടിക്കുകയും ഗോവയിൽ വെച്ച് തൂക്കിലേറ്റുകയും കഴുത്തറുത്ത് കുഞ്ഞാലി നാലാമൻ്റെ സ്മരണാർത്ഥം പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് 1600 കുഞ്ഞാലി നാലാമൻ്റെ സ്മരണാർത്ഥം INS കുഞ്ഞാലി എന്ന പേരിലാണ് ഇന്ത്യൻ നാവികസേനയുടെ സൈനിക താവളം ഉണ്ട്. കുഞ്ഞാലി നാലാമൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. INS കുഞ്ഞാലി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. കുഞ്ഞാലി നാലാമൻ്റെ സ്മരണാർത്ഥമാണ് നാവിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അത് മുംബൈയിലാണ്. അത് ഗോവയിൽ വെച്ച് വധിക്കുകയും കഴുത്തുകൊണ്ട് കണ്ണൂരിൽ കൊണ്ട് തൂക്കിയൊക്കെ അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ ഒക്കെ പേടിപ്പിക്കാൻ വേണ്ടി, അതായത് പോർച്ചുഗീസുകാരോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയാൻ വേണ്ടി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കലാണ്. ഈ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കുഞ്ഞാലി മരക്കാരും സാമൂതിരി നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹത്തുൽ മുജാഹിദീനാണ് പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതി എന്ന വിശേഷണവും തുഹത്തുൽ മുജാഹിദീൻ. തുഹത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ ഏതെന്ന് ചോദിച്ചാൽ അറബി ഭാഷയിലാണ് തുഹത്തുൽ മുജാഹിദീൻ രചിച്ചിട്ടുള്ളത്. പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് ഫത്തുഹുൽ മുബീൻ ഖാസി മുഹമ്മദ് രചിച്ചാണ്. ഫത്തുൽ മുജാഹിദീൻ രചിച്ചത് സൈനു ലാബ്ദീനാണ്. ഇതൊക്കെ പോർച്ചുഗീസുകാരെ പറ്റി വിവരിക്കുന്ന, അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന കേരളത്തിൽ രചിച്ചിട്ടുള്ള കൃതികളാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1505 അദ്ദേഹം സെൻറ്റ് ആഞ്ചലോ കോട്ട പണികഴിപ്പിക്കുകയുണ്ടായി. സെൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിലാണ് പണികഴിപ്പിച്ചത്. ഇനി മലബാറിലെ ആദ്യത്തെ കോട്ട എന്നറിയപ്പെടുന്നത് സെൻറ്റ് ആഞ്ചലോ കോട്ടയാണ്. സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചതും ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണെന്ന് ഓർമ്മിക്കുക. കൊച്ചിയിൽ സെൻറ്റ് ആഞ്ചലോ പള്ളി നിർമ്മിച്ചതും അൽമേഡയുടെ കാലത്താണ്. അതായത് കൊച്ചിയിൽ സെൻറ്റ് ആഞ്ചലോ പള്ളി നിർമ്മിച്ചതും സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചതും അൽമേഡയാണെന്ന കാര്യം ഓർമ്മിക്കാം. പിന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി, അതായത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് ശേഷം കൂടുതൽ കരുത്തനായിട്ടുള്ള ഒരാൾ കൂടി പോർച്ചുഗീസ് ആധിപത്യത്തിന് വേണ്ടി വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അൽഫോൺസോ ഡി ആൽബുക്കർക്കാണ്.
ഫ്രാൻസിസ്കോ ഡി അൽമേഡ അല്ല, അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. ചില പുസ്തകങ്ങളിൽ ആൽബുക്കർക്കും ഉണ്ടാവും. ഫുൾ പേര് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അൽഫോൺസോ ഡി ആൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ നാവികൻ പെഡ്രോ അൽവാരസ് കബ്രാലാണ്. ആദ്യത്തെ നാവികൻ ചോദിച്ചാൽ വാസ്കോ ഡ ഗാമയാണെന്ന കാര്യം. 1509 മുതൽ 1515 വരെയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ശില്പിയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. ഇന്ത്യയിൽ ഒരു പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ശില്പിയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. അതായത് അതിനു മുമ്പ് സാമ്രാജ്യം ഉണ്ടായിരുന്നില്ല, വെറും സൈനിക താവളം മാത്രമാണ് ഉണ്ടായത്. അതൊരു സാമ്രാജ്യം എന്ന നിലയിലേക്ക് വ്യാപിപ്പിച്ചത് അൽഫോൺസോ ഡി ആൽബുക്കർക്കാണ്. 1509 മുതൽ 1515 വരെ ഭരിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക് എന്ന് പറയുന്നത്. 1510കളിൽ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചടക്കിയ വൈസ്രോയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. അൽഫോൺസോ ഡി ആൽബുക്കർക്കാണ് ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചടക്കിയത്. AD 1510ലാണ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാന മാറ്റം നടത്തിയത് പോർച്ചുഗീസ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അൽഫോൺസോ ഡി ആൽബുക്കർക്കാണ്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക്, കൊച്ചിയായിരുന്നു ആസ്ഥാനം. ആ ആസ്ഥാനം നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കൊച്ചിയാണ്. എന്നാൽ ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഗോവയാണ്. അപ്പോൾ ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റുകയുണ്ടായി. എന്നാൽ ആധിപത്യം കൊച്ചിയും കോട്ടയം അവിടെ തന്നെ നിലനിർത്തുകയുമുണ്ടായി. അപ്പോൾ കേരളത്തിലെ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയും ഇന്ത്യയിലെ പോർച്ചുഗീസ് ആസ്ഥാനം എന്ന് പറയുന്നത് ഗോവയെ തലസ്ഥാനമായി, പോർച്ചുഗീസ് ആസ്ഥാനത്തിന് തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചടക്കി 1510കളിൽ ഗോവ പിടിച്ചടക്കി ഗോവ സാമ്രാജ്യ സ്ഥാപനം നടത്തി. ഇതാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്കിന് അദ്ദേഹം നടപ്പിലാക്കിയ മറ്റൊരു ഭരണപരിഷ്കാരമാണ് ഇന്ത്യയിൽ ശാശ്വതമായി നിലനിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പട്ടാളക്കാരെ ഇവിടെ കൊണ്ടുവരികയും അവരെ ഇന്ത്യൻ വനിതകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അവരിൽ നിന്നുണ്ടാകുന്ന പുത്രന്മാർ പോർച്ചുഗീസുകാരോട് വിധേയത്വം ഉള്ളവരായിരിക്കും എന്ന ഒരു മണ്ടൻ തീരുമാനമാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ തന്നെ അധപ്പതനത്തിനുള്ള പ്രധാന കാരണം. അതായത് മതം ഭരണത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് ആ പഴയ ചരിത്രത്തിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. പോർച്ചുഗീസുകാരോട് ഒരു വിധേയത്വം ഉണ്ടാകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുക എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം എടുത്ത ഒരു പണിയാണ് ഏറ്റവും വലിയ പണിയായി തീർന്നത്. പോർച്ചുഗീസുകാർക്ക് തന്നെ ഇവിടെ വിടേണ്ടി വന്ന, അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തിന് തന്നെ കോട്ടം തട്ടിയത് ഈ ഒരു പ്രവൃത്തിയാണ്. മിക്സഡ് കോളനി വ്യവസ്ഥ എന്ന ഒരു സിസ്റ്റം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ആളാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. മിക്സഡ് കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ സംയോജിത കോളനി വാഴ്ച എന്ന് പറയും. മിക്സഡ് കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ സംയോജിത കോളനി വാഴ്ച എന്ന് പറയും. അല്ലെങ്കിൽ സമന്വയ കോളനി വ്യവസ്ഥ എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. വേറെ രീതിയിൽ പറയും. സമന്വയ കോളനി വ്യവസ്ഥ, മിക്സഡ് കോളനി വ്യവസ്ഥ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് പോർച്ചുഗീസുകാരെ ഇന്ത്യൻ മലയാളികളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്ന ഒരു പരിപാടി ആവിഷ്കരിച്ച ആളാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. അൽഫോൺസോ ഡി ആൽബുക്കറിൻ്റെ കാലത്ത് ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ട നാണയമാണ് പറങ്കി വരാഹം എന്നത്. പറങ്കി വരാഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ട, പോർച്ചുഗീസുകാരുടെ കാലത്ത് ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ട നാണയമാണ് പറങ്കി വരാഹം എന്നറിയപ്പെടുന്നത്. ഇനി പോർച്ചുഗീസ് ഇന്ത്യയിൽ സതി നിരോധിച്ച ഭരണാധികാരിയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. പോർച്ചുഗീസ് ഇന്ത്യയിൽ സതി നിരോധിച്ച ഭരണാധികാരിയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. പോർച്ചുഗീസ് ഇന്ത്യയിൽ സതി നിരോധിച്ച ഭരണാധികാരി കൂടിയാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. 1509 മുതൽ 15 വരെ ഭരിച്ചിരുന്ന ആളാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. മിക്സഡ് കോളനി വ്യവസ്ഥ, സമന്വയ കോളനി വ്യവസ്ഥയൊക്കെ ആവിഷ്കരിച്ച ആളാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. അദ്ദേഹം ആവിഷ്കരിച്ച നാണയ വ്യവസ്ഥയാണ് പറങ്കി വരാഹം എന്നത്. അതായത് പോർച്ചുഗീസ് ഇന്ത്യയിൽ സതി നിരോധിച്ച ഭരണാധികാരിയാണ് അൽഫോൺസോ ഡി ആൽബുക്കർ. ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് ഓർമ്മിക്കുന്നത് 1829 ആൻറ്റി സോഷ്യൽ ഈവൽ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഒട്ടാകെ സതി നിരോധിച്ചത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ്. 1829 സതി നിരോധിച്ചത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ്. എന്നാൽ പോർച്ചുഗീസ് ഇന്ത്യ എന്നാണ് ഗോവ ആസ്ഥാനമായിട്ടുള്ള പോർച്ചുഗീസ് ഇന്ത്യയിൽ സതി നിരോധിച്ച ആളാണ്. അതിനും എത്രയോ കാലം മുമ്പ് തന്നെ 1829. ഇത് 1500-കളിലെ 15-ാം നൂറ്റാണ്ടിലെ ചരിത്രമാണ് പറയുന്നത്. അന്ന് സതി ഉണ്ടായിരുന്നു. ആ സതി അന്ന് നിരോധിച്ചത് പോർച്ചുഗീസ് ഇന്ത്യയിൽ സതി നിരോധിച്ച ആളാണ് അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. എന്നാൽ ഡൽഹിയിൽ സതി നിരോധിച്ച ആളാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഡൽഹിയിൽ സതി നിരോധിച്ച ഭരണാധികാരി. എന്നാൽ ആൻറ്റി സോഷ്യൽ ഈവൽ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആകെ സതി നിരോധിച്ച
ആളാണ് വില്യം പെൻറിക് എന്നത് 1829. ഇതിന് ശേഷം 1788 മലബാറിൽ സതി നിർവഹിച്ചത് ടിപ്പു സുൽത്താനാണ്. 1788 മലബാറിൽ സതി നിർവഹിച്ചത് ടിപ്പു സുൽത്താനാണ്. അതായത് കോഴിക്കോട് വിജ്ഞാപന പ്രകാരം മലബാറിൽ സതി നിർവഹിച്ചത് 1788 ടിപ്പു സുൽത്താനാണ്. ഇത്രയും ഇതിൻ്റെ മൊത്തത്തിലുള്ള ആവിഷ്കരണമാണ് 1829 ആൻറ്റി സോഷ്യൽ ഈവിൾ ആക്ട് പ്രകാരം സതി നിർവഹിച്ചത് വില്യം പെൻറിക്കാണ്. എന്നാൽ ഡൽഹിയിൽ സതി നിർവഹിച്ചത് മുഹമ്മദ് തുഗ്ലക്കാണ്. പോർച്ചുഗീസ് ഇന്ത്യയിൽ സതി നിർവഹിച്ചത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. എന്നാൽ മലബാറിൽ സതി നിർവഹിച്ചതെന്ന് വെച്ചാൽ 1888 ടിപ്പു സുൽത്താനാണ് മലബാറിൽ സതി നിർവഹിച്ചത്. അതുപോലെ തന്നെ ഡൽഹിയിൽ സതി നിർവഹിച്ചത് മുഹമ്മദ് തുഗ്ലക്കാണ്. പോർച്ചുഗീസ് ഇന്ത്യയിൽ സതി നിർവഹിച്ചത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. 1515 അൽഫോൺസോ ഡി അൽബുക്കർക്ക് അന്തരിക്കേണ്ട ഗോവയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൽമേഡ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത് കോട്ട നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. വലിയൊരു പള്ളിയുമാണ്. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. എന്നാൽ അൽഫോൺസോ ഡി അൽബുക്കർക്കാണ് തലസ്ഥാന മാറ്റം നടത്തിയതും അതുപോലെ തന്നെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത്, അതുപോലെ തന്നെ സതി നിർവഹിച്ചതുമായിട്ടുള്ള പ്രധാന പ്രത്യേകതകൾ മുഴുവൻ അടങ്ങിയത് അൽഫോൺസോ ഡി അൽബുക്കർക്കിൻ്റെ കാലത്താണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഇതാണ് രണ്ട് പേരും തമ്മിൽ മാറാതിരിക്കാനുള്ള പ്രത്യേകതകൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. 1515 അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും രണ്ടാമത് വൈസ്രോയായി ഇന്ത്യയിൽ വരുന്നത് വാസ്കോ ഡ ഗാമ വരുന്നത് 1524 പിന്നീട് അദ്ദേഹം കൊച്ചിയിൽ വെച്ച് അന്തരിക്കുകയുണ്ടായി. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ കൊച്ചിയിൽ അദ്ദേഹത്തെ സംസ്കരിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം സെൻറ്റ് ജെറോണിമസ് പള്ളി 1539 സെൻറ്റ് ജെറോണിമസ് കത്തീഡ്രലിലേക്ക് പോർച്ചുഗലിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവശരീരം സെൻറ്റ് ജെറോണിമസ് കത്തീഡ്രലിൽ പോർച്ചുഗലിലാണ് സ്ഥിതി ചെയ്യുന്ന കാര്യം കൂടി ഓർമ്മിക്കുക. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം പല വൈസ്രോതികളും വന്നു എന്ന് കഴിഞ്ഞാൽ തന്നെ 1529 വന്ന ന്യൂനോഡി കൻഹയ്ക്ക് മാത്രമാണ് പിന്നീട് പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടത് BSc സംബന്ധമായി. അതുകൊണ്ട് തന്നെ ന്യൂനോഡി കൻഹ ചുമതലയേറ്റത് 1529 ന്യൂനോഡി കൻഹ ചുമതലയേറ്റത് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി അഥവാ ചാലിങ്കോട്ട പണികഴിപ്പിച്ച വൈസ്രോയ് ആരെയെന്ന ചോദ്യത്തിന് ഉത്തരം ന്യൂനോഡി കൻഹയാണ്. ചാലിങ്കോട്ട പണികഴിപ്പിച്ച വൈസ്രോയ് ന്യൂനോഡി കൻഹയാണ്. സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. ഗോവയ്ക്ക് സുസ്ഥിര തലസ്ഥാന പദവി നൽകിയ ഭരണാധികാരി കൂടിയാണ് ന്യൂനോഡി കൻഹ. മുമ്പ് ഉണ്ടായിരുന്നത് കൊച്ചിയായിരുന്നുവെങ്കിലും ഗോവയിലും തലസ്ഥാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നാൽ ഗോവയ്ക്ക് സുസ്ഥിരനി ഗോവ മാത്രമായിരിക്കും പോർച്ചുഗീസുകാരുടെ പ്രധാന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്നാക്കി മാറ്റിയത് ശരിക്കും ന്യൂനോഡി കൻഹയുടെ കാലത്താണ് എന്ന് പറയാം. ഇനി കേരളത്തിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് കൊടുങ്ങല്ലൂർ യുദ്ധം. 1663 കൊടുങ്ങല്ലൂർ യുദ്ധത്തോടുകൂടിയാണ് പോർച്ചുഗീസ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചതെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ യുദ്ധമാണ്. കൊടുങ്ങല്ലൂർ യുദ്ധത്തിന് ശേഷം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയത് ഡച്ചുകാരാണ്. ഡച്ച് ആധിപത്യം അതിന് ശേഷമാണ് വരുന്നത്. ആദ്യമായി അച്ചടി വികസിപ്പിച്ചെടുത്ത ജനത ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ കാലത്താണ് അച്ചടി സ്ഥാപിക്കുന്നത്. ഗോവയിലാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായി അച്ചടി വികസിപ്പിച്ച ജനത ഏതെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ് ഉത്തരം. ഇനി ലോകത്ത് ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ലാറ്റിൻ ബൈബിളാണ്. ലോകത്ത് ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം ലാറ്റിൻ ബൈബിളാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കാൻ പറ്റും. ഇനി കേരളത്തിൽ കഥകളിക്ക് പകരമായി പോർച്ചുഗീസുകാർ വികസിപ്പിച്ചെടുത്ത കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ കഥകളിക്ക് പകരമായി വികസിപ്പിച്ചെടുത്ത കലാരൂപമാണ് ചവിട്ട് നാടകം. ചവിട്ട് നാടകം ആരുടെ കാലത്ത് എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണ് ചവിട്ട് നാടകം. അവതരണ കലകളിൽ ഏറ്റവും കൂടുതൽ വേദി വിസ്തൃതി ആവശ്യമായ കലാരൂപമാണ് ചവിട്ട് നാടകം എന്നത്. ഇതിൽ കേരളത്തിലെ തിരുവാതിര കളിക്ക് പകരമായി പരമ്പരാഗത സിറിയൻ ക്രൈസ്തവർ വികസിപ്പിച്ചെടുത്ത നൃത്തരൂപമാണ് മാർഗംകളി എന്ന് പറയുന്നത്. സുറിയാനി ക്രൈസ്തവർ കേരളത്തിലെ തിരുവാതിര കളിക്ക് പകരമായി വികസിപ്പിച്ച നൃത്തരൂപം ഏത് എന്നാണ് ചോദ്യമെങ്കിൽ അതിന് ഉത്തരം മാർഗം കളിയാണ്. മാർഗം കളി വികസിപ്പിച്ചെടുത്തത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കഥകളിക്ക് പകരമായിട്ട് പോർച്ചുഗീസുകാർ വികസിപ്പിച്ചെടുത്ത നൃത്തരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. കഥകളിക്ക് പകരമായി വികസിപ്പിച്ചെടുത്ത നൃത്തരൂപമാണ്. അതുപോലെ തന്നെ തിരുവാതിരക്കളിക്ക് പകരമായി പരമ്പരാഗത സുറിയൻ ക്രൈസ്തവർ വികസിപ്പിച്ചെടുത്ത നൃത്തരൂപമാണ് മാർഗം കളി എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിന്റുകളാണ് പ്രധാനമായും കലാരംഗത്ത് പോർച്ചുഗീസുകാരുടെ സംഭാവനയായിട്ട് പ്രധാനമായും പറയപ്പെടുന്നത്. ചില കൃഷികൾ, അതായത് മരച്ചീനി, പൈനാപ്പിൾ, പുകയില, കൈതച്ചക്ക, അതുപോലെ തന്നെ ആത്ത എന്നീ പോർച്ചുഗീസുകാരെ പോലുള്ള മതപരമായ പ്രത്യേകതകളാണ് പറയുന്നത്. അതിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ സമ്മേളനം അറിയപ്പെടുന്ന പേര്
ഉദയം പേരൂർ സുനഹദോസ് ആണ്. ഉദയം പേരൂർ സുനഹദോസ് ആണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ സമ്മേളനം എന്ന് പറയുന്നത്. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവരെ റോമിലെ പോപ്പിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി പോർച്ചുഗീസുകാർ നടത്തിയ ഒരു ശ്രമം എന്നതാണ് ഉദയം പേരൂർ സുനഹദോസ്. കേരളത്തിലെ ക്രൈസ്തവരെ റോമിലെ പോപ്പിന് കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ പോർച്ചുഗീസ് ശ്രമം അറിയപ്പെടുന്ന പേരാണ് ഉദയം പേരൂർ സുനഹദോസ്. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ, കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ അന്നുണ്ടായിരുന്നത് സുറിയാനി ഭാഷയാണ്. ആ സുറിയാനി ഭാഷയിലെ അനുഷ്ഠാനങ്ങൾക്ക് പകരം ലാറ്റിൻ ഭാഷയിലേക്ക് മാറണമെന്ന് നിർബന്ധമാക്കിയത് ഒരു സമ്മേളനം ആണ് ഉദയം പേരൂർ സുനഹദോസ് എന്ന് പറയുന്നത്. അങ്ങനെയും ചോദ്യം വരാം. അതായത് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിലവിലുള്ള സുറിയാനി ഭാഷയിലെ അനുഷ്ഠാനങ്ങൾക്ക് പകരം ലാറ്റിൻ ഭാഷ നിർബന്ധമാക്കിയ സംഭവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉദയം പേരൂർ സുനഹദോസ് ആണ്. ഈ ഉദയം പേരൂർ സുനഹദോസുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് PSC സാധാരണ ചോദിക്കാറുള്ളത്. ഒന്ന്, ലാറ്റിനൈസേഷൻ ഓഫ് ക്രൈസ്റ്റ് ചർച്ച്. അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ സമ്മേളനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഉത്തരം ഈ ഉദയം പേരൂർ സുനഹദോസാണ്. ഈ ഉദയം പേരൂർ സുനഹദോസിന് 1597 1599 അധ്യക്ഷത വഹിച്ചത് അലക്സ് ഡി മെനസ് ആണ്. ഉദയം പേരൂർ സുനഹദോസിന് 1599 അധ്യക്ഷത വഹിച്ചത് അലക്സ് ഡി മെനസ് ആണ്. അന്ന് ബിഷപ്പായിട്ടുണ്ടായിരുന്നത് ഫ്രാൻസിസ് റോസ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ ബിഷപ്പ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് റോസ് ആണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ അന്ന് അർദ്ധരാത്രി വരെ, പിറ്റേ ദിവസം അർദ്ധരാത്രി വരെ ദിവസം കണക്കാക്കുന്ന പ്രക്രിയ ആരംഭിച്ചത് ഉദയം പേരൂർ സുനഹദോസിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയം മുതൽ സൂര്യാസ്തമയം വരെ എന്നുള്ള അതുവരെ പള്ളികളിൽ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ കണക്കാക്കിയിരുന്ന ഒരു ദിവസം കണക്കാക്കിയിരുന്നത് സൂര്യാസ്തമയം മുതൽ അടുത്ത സൂര്യാസ്തമയം വരെയായിരുന്നു. എന്നാൽ അതിന് പകരമായി ശരിക്കും അർദ്ധരാത്രി മുതൽ അടുത്ത ദിവസം അർദ്ധരാത്രി വരെ എന്നുള്ള ഒരു ദിവസം കണക്കാക്കുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചത് ഉദയം പേരൂർ സുനഹദോസ് സമ്മേളനത്തിന് ശേഷമാണ്. ഇങ്ങനൊരു ദേവാലയങ്ങളിൽ ഇങ്ങനൊരു പ്രക്രിയ ഉണ്ടായത്. ഈ ഒരു ലാറ്റിനൈസേഷൻ, ഈ ഒരു പോളറൈസേഷൻ എതിരെ ഉണ്ടായ ശക്തമായ ഒരു പിളർപ്പാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്ന യഥാർത്ഥ പിളർപ്പ് അറിയപ്പെടുന്നതാണ് കൂനംകുരിശ് സത്യം. 1653 കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായ ആധികാരികമായ പിളർപ്പ് അറിയപ്പെടുന്ന പേരാണ് കൂനംകുരിശ് സത്യം. 1653 മെയ് 29 കൂനംകുരിശ് സത്യം. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ടായ പിളർപ്പും അതുപോലെ തന്നെ കൂനംകുരിശ് സത്യവും അതുമായി ബന്ധപ്പെട്ട് വന്ന കൂനംകുരിശ് സത്യം 1653 മെയ് 29 കൂനംകുരിശ് സത്യവുമാണ്. യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാരുടെ ഈ മതനയം ആണ് അവരുടെ അധപ്പതനത്തിന്, ഇന്ത്യയിലുള്ള അവരുടെ സാമ്രാജ്യത്വവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരുടെ ഒരു അന്ത്യം കുറിച്ച് ഒരുപക്ഷെ ഈ ഒരു മതനവീകരണം, ഈ മതപരമായ നയം ആണെന്ന് പറയാം. ഇത്രയുമാണ് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡച്ചുകാരായിരിക്കും. അത് അടുത്ത ഭാഗത്ത് കാണാൻ